Meanwhile, I'll address a few more things. Now, see, I'm currently a BTech student. ഞാൻ ബിടെക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. I'm pursuing my bachelor's in artificial intelligence from Muthoot Institute of Technology and Science. Now, ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് is a mammoth of a task. Like, it is very difficult. you know you'll hear double voices from everywhere. You'll hear some voices through your right ear, you'll hear some from the left ear, and it's up to us to decide what to accept and what to reject. Okay, so different people will say different things. It's up to you to decide. It's everything is up to your discretion. Okay, so first thing that you should learn, or the first skill, the most elementary skill that a person should have, is decision making. You should be capable of making your own decisions. Okay, എല്ലാവരും 18+ ആണ്, എല്ലാവർക്കും 18 വയസ്സ് കഴിഞ്ഞു. ആൻഡ് ഈവൻ ഗവൺമെന്റ് ഓൾസോ ഗവൺമെന്റ് അല്ല, the constitution recognizes each of your right to make decisions yourself, അല്ലേ? സോ അത് നിങ്ങൾ എത്രത്തോളം എക്സസൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് is very important. Okay, you should start making your own decisions. You should not let somebody else take decisions for you. Okay, that won't work. So that is the first thing that I want to share, is decision making. Now, questions ഒന്നും വന്ന് കണ്ടില്ല. Please do type in. ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ചാറ്റ് ബോക്സിൽ. ജസ്റ്റ് ഗോ ടു slido.com and give the code ഞാൻ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അഗൈൻ പോയിട്ട് Q&A just ask whatever you want to ask. Okay, it can be anything. Your profile will remain anonymous, so don't worry about it. You can ask anything, no issues. Few more general things to address. Registration process പറ്റി പറയാം. So if you want to register, നമുക്ക് പല ways ഉണ്ട്. ജസ്റ്റ് സ്റ്റാർട്ടപ്പ് മിഷന്റെ വെബ്സൈറ്റിൽ പോയിട്ട് you can register yourself. അതല്ലാന്നുണ്ടെങ്കിൽ there are a lot of other places that you can go. There is a DSE registration. DSEയിൽ പോയിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം നിങ്ങളുടെ കമ്പനി. ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ മിനിമം there should be 2 people. ഓക്കെ, 2 പേരുടെ പേരിലാണ് നമുക്കൊരു കമ്പനി രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ദാറ്റ് ഈസ് സംതിങ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് എന്തെങ്കിലും തുടങ്ങണം എന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രൊവിഷൻ തൽക്കാലം എവിടെയും ഇല്ല. യു ഷുഡ് ഷോ സംബഡി വിത്ത് യു. ഓക്കെ, ദാറ്റ് ഈസ് വൺ മാൻഡേറ്ററി തിങ്. ദെൻ ദർ ഇസ് മണി ഇൻവോൾവ്. ഇപ്പോൾ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ തന്നെ നല്ലൊരു എമൗണ്ട് ആവും. യു വിൽ ഹാവ് ടു കൺസൾട്ട് advocates and chartered accountants. All those are very tedious tasks, I would say. പക്ഷെ ആ ഒരു പ്രോസസ്, ആ ഒരു പൈപ്പ് ലൈനിൽ കൂടെ പോയില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, ആ ഒരു പൈപ്പ് ലൈനിൽ കൂടെ പോയില്ലെങ്കിൽ അത് ശരിയാവത്തില്ല. ഓക്കെ, ഒരു അഡ്വക്കേറ്റിനെ ഒരു സിറ്റിംഗിൽ കാണണമെങ്കിൽ തന്നെ there is some amount that's involved. Okay, so what you should do is try find a person in your close contacts. ഇല്ലെങ്കിൽ ക്ലോസ് കോൺടാക്ട്സ് ആരും ഇല്ലെങ്കിൽ കസിൻസിൽ ആരെങ്കിലും അവൈലബിൾ ആണോ എന്ന് നോക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ പാരൻസോ ക്ലോസ് റിലേറ്റീവ്സോ ആരെങ്കിലും എന്താണ് അഡ്വക്കേറ്റ്സോ ചാർട്ടേഡ് അക്കൗണ്ടൻസോ ഉണ്ടോ എന്ന് നോക്കുക. ദാറ്റ് ഇസ് ഹൗ യു create that initial thing. Okay, so ആദ്യം തന്നെ നമുക്ക് പോയി ഒരു അഡ്വക്കേറ്റിനെ കാണാൻ ഒരു 10K 15K ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന് ഒരു പെർട്ടിക്കുലർ കൺസൾട്ടേഷൻ എടുക്കുന്നതിന് തന്നെ ഒരു 10 to 15K എന്തായാലും ആവും. ഓക്കെ, സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ദാറ്റ് ഈസ് എ വെരി ഗുഡ് തിങ്. ഓക്കെ, നോ ക്വസ്റ്റ്യൻസ് കുറേ വന്നു തുടങ്ങിയിട്ടുണ്ട്. ടോക്ക് more about our relationship, Joel. ഇതാരാണ്? അനോണിമസ് ആണ്. ഞാൻ മറന്നുപോയി, അനോണിമസ് ആണ്. ഓക്കെ, സോ വാഴിനെ പറ്റി, സോറി, ബേസിലിനെ പറ്റി പറയാനാണെങ്കിൽ സോ ബേസിലിനെ എങ്ങനെ പരിചയപ്പെട്ടെന്ന് ചോദിച്ചാൽ എന്താണ്, I have worked for MuleLearn. So MuleLearn I started as ഞാൻ ക്യാമ്പസ് ലീഡ് ആയിരുന്നു. ദെൻ ഡിസ്ട്രിക്ട് ലീഡായി, എറണാകുളം ഡിസ്ട്രിക്റ്റിന്റെ ലീഡായി, പിന്നെ സോണൽ ലീഡും ആയി.
പിന്നെ എന്താണ് ഓൾ കേരള ക്യാമ്പസ് അസോസിയേറ്റ് ആയി. ഓക്കെ. സോ ആ ഒരു പ്രോസസ്സിലാണ്, അല്ലെങ്കിൽ ആ ഒരു ടീമിലാണ് ഞാൻ ബേസലിനെ മീറ്റ് ചെയ്യുന്നത്. ഞാൻ എറണാകുളം ഡിസ്ട്രിക്ട് ലീഡായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ബേസൽ വാസ് ദ ഡിസ്ട്രിക്ട് ലീഡ് ഫോർ കോട്ടയം. ഓക്കെ. So that is how I met Basil, and Basil is a very nice guy, a very charming young person, a very sweet guy. മതിയോ ബേസിൽ? മതി മതി, നല്ല സന്തോഷം, ഇന്നത്തെ ദിവസം നല്ലതായി. ഓക്കെ. ബേസിലിനെ പറ്റി പറയുമ്പോൾ ഐ ഷുഡ് മെൻഷൻ വൺ മോർ പേഴ്സൺ. പുള്ളി ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ലാന്ന് തോന്നുന്നു. എസ് ജിബിൻ. കാരണം ജിബിൻ ആണ് എൻ്റെ ഗോഡ് ഫാദർ എന്ന് വേണമെങ്കിൽ പറയാം. ലൈക്ക് യുനോ ഐ വാസ് എ ക്യാമ്പസ് ലീഡ് റോളിൽ നിന്ന് മ്യൂലറിന്റെ ഡിസ്ട്രിക്ട് ലീഡ് എന്നെ ആക്കിയത് ജിബിൻ ആണ്. ആൻഡ് ദാറ്റ് ഓപ്പൺഡ് എ ബിഗ് ഓഷ്യൻ ഇൻ ഫ്രണ്ട് ഓഫ് മീ. ഓക്കെ. ജിബിൻ ജിജി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? You all would know Jibin Jiji. So he was the person who എന്താണ് എന്നെ കൈ പിടിച്ച് കയറ്റിയ ഒരാളെന്നൊക്കെ നമ്മൾ പറയില്ലേ. സോ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ദാറ്റ് ഇസ് ജിബിൻ ഫോർ മീ. ഓക്കെ. ഇൻ സം വേ ഓർ ദി അതർ. Yeah, that's about Jibin. Then next question. How do I start as a startup founder? Okay. If you are a startup founder, how do you start? First of all, എന്താണ് യു ഷുഡ് രജിസ്റ്റർ. ഓക്കെ. രജിസ്റ്റർ ചെയ്യുമ്പോൾ യു ഷുഡ് ഷോ a വർക്കിംഗ് സ്പേസ് ആസ് വെൽ. ഓക്കെ. വർക്കിംഗ് സ്പേസ് കാണിക്കുമ്പോൾ എന്താണ്, ഇനിഷ്യലി എന്തായാലും നമുക്കൊരു കോ വർക്കിംഗ് സ്പേസിലേക്കോ ഒരു പ്രോപ്പർ വർക്കിംഗ് സ്പേസിലേക്കോ ഒന്നും പോകാനുള്ള റിസോഴ്സസും ഫണ്ടും ഒന്നും നമുക്ക് എന്തായാലും ഉണ്ടാവത്തില്ല. സോ വാട്ട് മോസ്റ്റ് പീപ്പിൾ ഡു ഇസ് നമ്മുടെ വീട് തന്നെ വർക്ക് പ്ലേസ് ആയിട്ട് കാണിക്കുക എന്നുള്ളതാണ്. ഓക്കെ. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത്, മോസ്റ്റ് കോളേജസ്, മോസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, മിക്ക കോളേജസിലും ഒരു ഹാൻഡ്ഫുൾ നമ്പർ ഓഫ് കോളേജസിൽ തന്നെ ദർ ആർ ഇൻക്യുബേഷൻ, എന്താണ് ഇൻക്യുബേറ്റ് ചെയ്യാൻ സ്റ്റാർട്ടപ്സിനെയൊക്കെ, കോളേജിൽ നിന്ന് തന്നെ വരുന്ന സ്റ്റാർട്ടപ്സിനെയൊക്കെ ഇൻക്യുബേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഓക്കെ. സോ ആ സ്പേസ് നിങ്ങൾക്ക് വർക്ക് പ്ലേസ് ആക്കി കാണിക്കാം. ഓക്കെ. നൗ മോസ്റ്റ് കോളേജസ് വിൽ ബി സപ്പോർട്ടീവ് ഓഫ് എന്താണ് ഇതുപോലത്തെ സ്റ്റാർട്ടപ്സ് കമ്മിങ് അപ്പ്. സപ്പോർട്ടീവ് അതിന് രണ്ട് ഫോൾഡ് ഉണ്ട്. ഫസ്റ്റ് ഫോൾഡ് എന്ന് പറയുന്നത്, they might be interested in giving you a working space in your within the campus itself. They might be. ഓക്കെ. അതായത് എന്താണ് നിങ്ങളുടെ ക്യാമ്പസിൽ റൂംസ് ബാക്കിയുണ്ട്, ഐ മീൻ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആണെങ്കിൽ എന്തായാലും കിട്ടും. അല്ലെങ്കിൽ ദേ മൈറ്റ് റിജക്ട് യു. സോ റിജക്ഷൻ മൈൻഡ് സെറ്റിൽ തന്നെ പോവുക നിങ്ങളൊരു നിങ്ങളുടെ പ്രിൻസിപ്പളിനെയൊക്കെ അപ്രോച്ച് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ കോളേജിൽ വർക്ക് സ്പേസ് ചോദിച്ചിട്ട്. ഓക്കെ. Now the bad side is you won't get to work during class hours. Okay. Most colleges, I don't think any principal will allow you to work during class hours. നിങ്ങൾക്ക് ഡ്യൂട്ടി ലീവിന് പോയി ചെന്നാൽ എന്തിനാണ് നിങ്ങൾക്ക് ഡ്യൂട്ടി ലീവ്? നിങ്ങൾക്ക് what they say is 9 to 4 is for college, and after 4 is when engineering actually begins. That is what most professors and principals say. After 4 is what engineering actually begins എന്നാണ് അവർ പറയുന്നത്. സോ ആക്ച്വലി നമുക്ക് വി കനോട്ട് ബ്ലെയിം ദം. പക്ഷേ ദാറ്റ്സ് നോട്ട് ഹൗ ഇറ്റ് ഇസ്, ഐ ഫീൽ. ഇപ്പോൾ ആഫ്റ്റർ 4 ആണ് എന്താണ് അവർ പെർമിറ്റ് ചെയ്യുള്ളൂ എന്നുണ്ടെങ്കിൽ ദെൻ യു വിൽ ഡെഫിനറ്റ്ലി ഹാവ് ടു പുട്ട് എ ലോട്ട് മോർ എഫേർട്ട്. നിങ്ങൾ 4 o'clock ക്ലാസ് കഴിഞ്ഞ് 4 മണി കഴിഞ്ഞിട്ട് യു വിൽ ഹാവ് ടു ഗോ ടു യുവർ കോ വർക്കിംഗ് സ്പേസ്, സിറ്റ് ദെയർ, വർക്ക്. അങ്ങനെ ഒരു വലിയ ചടങ്ങാണത്. You will have to go through it, and we are going through it actually. We are assured of a space in the campus. നമുക്ക് ക്യാമ്പസിൽ തന്നെ ഒരു വർക്കിംഗ് സ്പേസ് കിട്ടും. പക്ഷേ എന്താണ്, we cannot work during college hours. Okay, that is one restriction. ഇപ്പോൾ the irony here is that വേറെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഒരു 10K-ക്കോ 12K-ക്കോ 15K-ക്കോ ഒക്കെ ഒരു ഇന്റേൺ ആയിട്ട് ഒരാൾ പോയാൽ they'll get the എന്താണ് ഡ്യൂട്ടി ലീവ്. അവർ കോളേജിലേക്ക് വരണ്ട, എക്സാം എഴുതാൻ മാത്രം വന്നാൽ മതി. പക്ഷെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഈ ഒരു പ്രൊവിഷൻ അവർ കൊടുക്കുന്നില്ല. that is a huge irony that I find in the system currently. Okay. Then പിന്നെ നെക്സ്റ്റ് പോയിന്റ് അഡ്രസ് ചെയ്യാനുള്ളത് is what, do not add a lot of people. Okay. Now ഇപ്പോൾ ഇനിഷ്യലി ഒരു സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്യുന്നത് വളരെ കുറച്ച് ആൾക്കാരായിരിക്കണം. അതായത് ഇനിഷ്യലി യു വിൽ ഹാവ് എ ബേണിംഗ് ഫേസ്, റൈറ്റ്? ഇപ്പോൾ
ഇൻവെസ്റ്റേഴ്സിനെ കണ്ട് ഇൻവെസ്റ്റേഴ്സിനെ കിട്ടാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. ഇഫ് യു ഹാവ് എ വെരി നൈസ് ഐഡിയ, വെരി നോവൽ ഐഡിയ വിത്ത് ഓൾ ദ യുനോ new keywords, buzzing keywords stuffed into it, then definitely possibilities of getting an investor are really high. പക്ഷേ it is not that easy. Okay. സോ ഒരു ഇൻവെസ്റ്ററിനൊക്കെ കിട്ടുമ്പോൾ നമ്മുടെ കയ്യിൽ കുറെ പൈസ വരും. സോ നമ്മുടെ കയ്യിൽ കുറെ പൈസ വരുമ്പോൾ വി സ്റ്റാർട്ട് സ്പെൻഡിങ് ഓൾ ദോസ്. നെവർ ഡു ദാറ്റ്. ഓക്കെ, നെവർ എവർ ഡു ദാറ്റ്. ബേണിംഗ് ഫേസിൽ നമ്മൾ കുറച്ച് പൈസ കയ്യിൽ നിന്നല്ല, ഇൻവെസ്റ്ററുടെ പൈസ കുറച്ച് ഇൻവെസ്റ്റർ തരുന്ന പൈസ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നതിന് വി കോൾ ഇറ്റ് ബേണിംഗ് ഫേസ്. ഓക്കെ, ആ ബേണിംഗ് ഫേസിൽ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൾട്ട് ടു എന്താ പറയാ, നമുക്ക് വേറൊരാളെ ഒന്ന് ഹയർ ചെയ്യാൻ നമുക്ക് സാധിക്കത്തില്ല എന്തായാലും. ഓക്കെ, സോ സ്റ്റാർട്ടപ്പിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളായാലും രണ്ടാളായാലും മൂന്നാളായാലും അവരെ മാത്രം വെച്ച് നിങ്ങൾ വർക്ക് ചെയ്യുക. ഓക്കെ, ഡു നോട്ട് ഹയർ എനിബഡി എൽസ്. ഓക്കെ, അത്ര നെസസറി ആണ്. ആൻഡ് ഇഫ് യു ഹാവ് ദി എമൗണ്ട് ഓഫ് മണി ടു ഗിവ് ദം, അതായത് ഒരു പെയ്ഡ് ഇന്റേൺ ഒക്കെ വെക്കുവാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു പേ ദം. അങ്ങനെയാണെങ്കിൽ ഇഫ് യു ആർ കേപ്പബിൾ ഓഫ് പ്രൊവൈഡിങ് എന്താണ് സ്റ്റൈപ്പൻഡ് ടു ദം, യു ക്യാൻ. ഇപ്പൊ അൺപെയ്ഡ് ഇന്റേൺസ് ഒക്കെ എന്താണ് ഒരു എക്സ്പീരിയൻസിന് വേണ്ടി വരുന്നവരുണ്ട്. മേ ബി യു ക്യാൻ അപ്രോച്ച് ദം ആസ് വെൽ. പക്ഷെ ക്വാളിറ്റി ഓഫ് വർക്ക് യു നോ ഹൗ ഇറ്റ് ഗോസ്. സോ ഞാൻ പറയുന്നത് സ്റ്റാർട്ടപ്പിന്റെ കോ ഫൗണ്ടേഴ്സ് ഇല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ക്ലോസ് സർക്കിൾ ആയിരിക്കുമല്ലോ. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഡു നോട്ട് ആഡ് മോർ പീപ്പിൾ ഇൻ ദ ബേണിംഗ് ഫേസ്. ഓക്കെ, സോ വൺസ് യു ആർ റെഡി വിത്ത് ആൻ MVP, then you can pitch it to some ഹൈ ക്ലാസ് ഇൻവെസ്റ്റേഴ്സ്. ഓക്കെ, കുറച്ച് അത്യാവശ്യം പൈസയുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്തൊക്കെ പോയി പിച്ച് ചെയ്യുക. എന്നിട്ട് ഇഫ് യു ആർ ഗോയിങ് ടു സ്കെയിൽ അപ്പ് ഓർ നിങ്ങളുടെ നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങൾ അപ്പ് സ്കെയിൽ ചെയ്യാനൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ആഡ് മോർ പീപ്പിൾ ടു യുവർ ടീം ആൻഡ് ഓൾ. ഓക്കെ, നൗ another important thing that you should notice is എപ്പോഴും we have a tendency to call our friends together always, അല്ലേ? എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനെയും കൊണ്ടായിരിക്കും പോവുക, അല്ലേ? ഇപ്പോൾ നിങ്ങൾ ടോയ്ലറ്റിൽ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൊണ്ടാണ് പോവുക. ആ സ്വഭാവം നിങ്ങൾ നിർത്തണം. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ നിങ്ങൾ പലരും നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പ്സിലൊക്കെ ട്രിപ്സ് പ്ലാൻ ചെയ്യുന്നുണ്ടാവും. അതിൽ എത്ര ട്രിപ്സ് നടന്നിട്ടുണ്ട് ആക്ച്വലി? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. that is what I'm talking about. ഒരിക്കലും നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂട്ടുവിളിക്കരുത്. ഡു നോട്ട് എവർ ഡു ദാറ്റ്. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് ആവുന്ന ഒരാളെന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു സിമിലർ മൈൻഡ് സെറ്റ് ഉള്ള ഒരാളായിരിക്കും. ഓക്കെ, ഒരു സ്റ്റാർട്ടപ്പിലേക്കൊക്കെ വരുമ്പോൾ ഡിഫറെന്റ് മൈൻഡ് സെറ്റിലുള്ള ആൾക്കാരാണ് വരേണ്ടത്. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾക്ക് ഒട്ടും വർക്ക് ചെയ്യാൻ കംഫർട്ടബിൾ അല്ലാത്ത ഒരാളായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ഐഡിയൽ സ്റ്റാർട്ടപ്പ് കോ ഫൗണ്ടർ എന്ന് പറയുന്നത്. വർക്ക് ചെയ്യാൻ ഒട്ടും താല്പര്യം ഇല്ലാത്ത ആളെന്നൊക്കെ പറയുമ്പോൾ അത് ഇച്ചിരി വയസ്സായിട്ടൊക്കെ ചൂസ് ചെയ്യുക. ഒട്ടും പറ്റില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഡോണ്ട് ഗോ. പക്ഷേ നമ്മൾ അറിയാത്ത കുറെ പോസിബിലിറ്റീസ് പല ആൾക്കാരിലും ഉണ്ടാവും, ഈവൻ വിത്തിൻ അവർ ക്ലാസ് ഓർ ഔട്ട്സൈഡ് അവർ ക്ലാസ്. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാതെ വേറെ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നോക്കുക, വേറെ സെക്ഷൻസിലേക്ക് പോകാൻ നോക്കുക, വേറെ ഇയേഴ്സിലേക്ക് പോകാൻ നോക്കുക. ഓക്കെ, മേ ബി വേറെ കോളേജസിലേക്കും പോകാൻ നോക്കുക. ഫൈൻ കണക്ഷൻസ് ഓൺ ലിങ്ക്ഡിൻ. സ്റ്റാർട്ടപ്പ് മൈൻഡ് സെറ്റ് ഉള്ള കുറെ ആൾക്കാരുണ്ടാവും. ഫൈൻഡ് ദം, മെസ്സേജ് ദം, സെൻഡ് റാൻഡം മെസ്സേജസ്, നോ ഇഷ്യൂസ്. ഓക്കെ, സോ ദാറ്റ് ഇസ് വൺ മേജർ തിങ് ദാറ്റ് യു ഷുഡ് സീ. നെവർ എവർ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂട്ടുപിടിച്ച് നടക്കരുത്. ഓക്കെ, that won't help, that will never help. ഓക്കെ, സോ അതാണ് ഇപ്പോൾ ഹൗ ഡു ഐ സ്റ്റാർട്ട് ആസ് എ സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ എനിക്ക് റിപ്ലൈ ചെയ്യാൻ തോന്നിയ കുറെ കാര്യങ്ങൾ. What made you feel ready to begin? That is a very deep introspective question. What made you feel ready to begin? അതായത് ഒരു എന്താ പറയുക, there is a particular point you say eureka, നമുക്കൊരു ഐഡിയ വരില്ലേ? ആ ഒരു ഐഡിയ വരുമ്പോൾ you go search the feasibility, existing product ആണോ നോക്കും, what is the novelty, what is the market, how are we going to pitch it, who is our target customers, are they actually gonna buy it? അങ്ങനെ കുറെ അനാലിസിസ് നമ്മൾ നടത്തിയതിന് ശേഷം we come to a decision whether it is a good or a bad thing. Okay, ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ സ്റ്റാർട്ടപ്പ് ഐഡിയയിലേക്ക് വരുന്നതിന് മുൻപേ there might be 10 to 20 failed ones. Okay, that is definitely there.
എൻ്റെ കാര്യത്തിൽ എസ്പെഷ്യലി ദർ ഞാൻ റൈറ്റ് ഫ്രം S1 എന്താണ് ഞാൻ ഈ ഓരോ ഐഡിയയും എന്താണ് ഐഡിയയിലും കുറെ ആലോചിച്ച് നടക്കുന്ന ഒരാളാണ്. സോ ഫൈനലി ഇറ്റ് ടുക്ക് മീ ടിൽ S6ന്റെ S6 കഴിയാറായപ്പോഴൊക്കെയാണ് എനിക്ക് ആ ഒരു തോട്ട് വന്നത്. ഓക്കെ, ഒരു പ്രോപ്പർ ഐഡിയ വന്നത്. സോ ഇറ്റ് ടേക്സ് ടൈം. എന്താണ് നമ്മൾ ആദ്യം കാണുന്ന ഒരു പുളിങ്കൊമ്പിൽ കയറി പിടിക്കാതിരിക്കാൻ നോക്കുക. ഓക്കെ, ആദ്യം കാണുന്ന പുളിങ്കൊമ്പ് എന്ന് പറയുന്നത് വളരെ ടെൻഡർ ആയിട്ടുള്ള ബ്രാഞ്ച് ആയിരിക്കും. ഇഫ് യു ക്ലിങ് ഓൺ ടു ഇറ്റ്, ഇറ്റ് വിൽ ഈസിലി ബ്രേക്ക്. ഓക്കെ, സോ go deeper, go to the top, find a branch that is more strong, and then grab it on. Okay, so feel ready state വരുന്ന എപ്പോഴാന്ന് വെച്ചാൽ ഇസ് വെൻ യു എന്താണ് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുക, തിങ്ക് അബൌട്ട് യുവർ ഐഡിയ, റീസെർച്ച് എവ്രിവെയർ. നിങ്ങൾ കോൺഫറൻസസ് നോക്കുക, ജേർണൽസ് നോക്കുക, ആർട്ടിക്കിൾസ് നോക്കുക, ചാറ്റ് GPT, ജെമിനി, ഡീപ് സീ, ഗ്രോക്ക്, നിങ്ങൾക്ക് പറ്റുന്ന എല്ലായിടത്തും അന്വേഷിച്ച് നോക്കുക. ഫൈൻഡ് ഇഫ് യുവർ ഐഡിയ ഇസ് ഗുഡ് ഓർ ബാഡ് ഓർ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു ഫീസിബിലിറ്റി അനാലിസിസ് ചെയ്ത് നോക്കുക. ഓക്കെ, ദെൻ that is the feel ready thing that I would like to say. What all are the mistakes you did? How did you overcome them? Okay, so mistakes I did, ഞാൻ എപ്പോഴും ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ഞാൻ ഒരു അത്യാവശ്യം കുറെ തവണ ആലോചിക്കും. സോ എന്താണ് റോങ് ഡിസിഷൻസ് എടുക്കുമ്പോൾ ഞാനെടുത്ത റോങ് ഡിസിഷൻസ് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഐ സജസ്റ്റ് സം ഗുഡ് ഓൾട്ടർനേറ്റീവ്സ്. അതായത് നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഡു നോട്ട് ഹയർ എ ലോട്ട് ഓഫ് പീപ്പിൾ. ഞാൻ ആദ്യം കുറച്ച് മുമ്പ് പറഞ്ഞതാണ്. ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ഒക്കെ ആവുമ്പോൾ എന്താ ആ ഒരു കോ ഫൗണ്ടർ ലെവലുള്ള ആൾക്കാരെ വെച്ച് മാത്രം നിങ്ങൾ ബിൽഡ് ചെയ്യുക. ഓക്കെ, ബിൽഡ് യുവർ MVP. അത് കഴിഞ്ഞിട്ട് യു ഗോ ഹയർ പീപ്പിൾ ഇഫ് നെസസറി. ഓക്കെ, ഒരു സ്റ്റാർട്ടപ്പ് സർവൈവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ഹാവ് വെരി മിനിമം നമ്പർ ഓഫ് പീപ്പിൾ. ഓക്കെ, that is one mistake the other co-founder made. Okay, he started taking in a lot of people to the company, and other എന്താണ് that was actually a very wrong decision. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇത്ര ആൾക്കാരൊന്നും ഇവിടെ ആവശ്യമില്ല എന്നുള്ളത്. Okay, so that is one mistake we made. Then the second thing is, if you എന്താണ് start with the നമ്മൾ പുതുതായിട്ട് എന്തെങ്കിലും കാര്യം തുടങ്ങുമ്പോൾ you should have to sacrifice something. Okay, എക്സിസ്റ്റിംഗ് ആയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു സംഭവം നിങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. സാക്രിഫൈസ് എന്ന് പറയുന്നത് ഇറ്റ് മേ ബി യുവർ ടൈം, ഇറ്റ് മേ ബി യുവർ റിലേഷൻഷിപ്പ്. ഓക്കെ, ഇറ്റ് മേ ബി റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഇറ്റ് മേ ബി യുവർ റിലേഷൻഷിപ്പ് വിത്ത് യുവർ ഫാമിലി, ഇറ്റ് മേ ബി വിത്ത് യുവർ പാർട്ട്ണർ. ഓക്കെ, അങ്ങനെ ദർ മൈറ്റ് ബി സം ലിങ്ക് ദാറ്റ് യു വിൽ ഹാവ് ടു കട്ട് ഓഫ്. ഓക്കെ, അത് ചെയ്യാൻ നിങ്ങൾ റെഡി അല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഇറ്റ് വോണ്ട് ഹെൽപ്പ്, ഇറ്റ് വോണ്ട് വർക്ക്. ഓക്കെ, that are something that I can do. How do you know if an idea is worth the risk? Okay, അത് I can answer that really well, I think. So ഇതാണ് പറയുന്നത്, സ്റ്റഡി യുവർ മാർക്കറ്റ്. ഓക്കെ, കുറച്ച് എക്കണോമിക്സ് ഒക്കെ നമ്മൾ പഠിക്കണം എന്തായാലും. ഈ എഞ്ചിനീയറിംഗിലൊക്കെ എക്കണോമിക്സ് പഠിപ്പിക്കുന്നതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് തന്നെ അതാണ്. ഇഫ് യു ആർ സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ഓർ നിങ്ങളൊരു കമ്പനി തുടങ്ങാൻ പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ യു വിൽ ഡെഫിനറ്റ്ലി നീഡ് ലെസൺസ് ഓൺ എക്കണോമിക്സ് ആൻഡ് ഫൈനാൻസ്. ഓക്കെ, അത് 100% നിങ്ങൾ ഒരു എക്കണോമിക്സിനെ പറ്റി എന്തെങ്കിലും, ഫൈനാൻസിനെ എക്കണോമിക്സിനൊക്കെ പറ്റി എന്തെങ്കിലുമൊക്കെ അറിയുന്ന ഒരാളായിരിക്കണം. ദെൻ ഐഡിയ വർത്ത് ആണോ എന്ന് അറിയാനായിട്ട് യു ഷുഡ് ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് എ ലോട്ട് ഓഫ് പീപ്പിൾ ഇൻ ദ സെൻസ് ജെനുവൻ ആയിട്ടുള്ള ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ജെനുവൻ ഇൻ ദ സെൻസ് ഇറ്റ് മേ ബി നിങ്ങളുടെ കോളേജിലുള്ള മേ ബി നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള പ്രൊഫസേഴ്സ് ആയിരിക്കാം. പ്രൊഫസേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ പ്രൊഫസേഴ്സിന്റെ സ്വഭാവം നമുക്കറിയാം അല്ലേ. സോ അതനുസരിച്ച് ഫൈൻഡ് എ പെർട്ടിക്കുലർ പേഴ്സൺ ഹു ഇസ് കൈൻഡ് ഓഫ് ക്ലോസ് ടു യു ആൻഡ് ദെൻ പിച്ച് ഇറ്റ് ടു ദെം, ഗെറ്റ് ദെയർ റെസ്പോൺസ്. ഇപ്പോൾ ക്ലോസ് ടു യു അല്ലാന്നുണ്ടെങ്കിലും ഈ സ്റ്റാർട്ടപ്സിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന, സ്റ്റാർട്ടപ്സിനെയൊക്കെ ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്ന പ്രൊഫസേഴ്സും കോളേജസിലുണ്ട്. അവരെ പോയി കാണുക. ഓക്കെ, ടെൽ ദം വാട്ട് യുവർ ഐഡിയ ഇസ്. നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് പറയാം. ഓക്കെ, they are people who have a lot of experience in the industry, in the academic sector. They know what is existing, what is not existing, what will work, what might not work. 10 വർഷം കഴിയുമ്പോൾ എന്താണ് ഉണ്ടാകാൻ പോകുന്നത്, 10 വർഷം മുമ്പ് എന്തായിരുന്നു ഉണ്ടായിരുന്നത്. They know all that.
ഓക്കെ, നമ്മുടെ എന്താ ഐഡിയോളജിനെക്കാട്ടും കുറച്ചും കൂടി ഡെപ്ത് ഉള്ള ഐഡിയോളജിയാണ് അവരുടെ. ബ്രോഡ് എന്ന് ഞാൻ പറയില്ല, ഡെപ്ത് ഉള്ള ഐഡിയോളജിയാണ് അവരുടെ. ഓക്കെ, സോ അങ്ങനെയുള്ള കാര്യങ്ങൾ വിൽ ഹെൽപ്പ്, ഓക്കെ, ടു നോ വെദർ യുവർ ഐഡിയ ഇസ് വർത്ത് ദ റിസ്ക്. ഓക്കെ, ഇഫ് യുവർ ഐഡിയ ഇസ് നോട്ട് വർത്ത് ദ റിസ്ക്, അവർ അങ്ങനെ തന്നെ പറഞ്ഞു തരും. ഓക്കെ, ദർ ആർ സ്റ്റാർട്ടപ്പ് കോച്ച് ആയിട്ട് കുറെ ആൾക്കാരുണ്ട്. ദർ ആർ എ ലോട്ട് ഓഫ് സ്റ്റാർട്ടപ്പ് കോച്ചസ്. ഇപ്പൊ അജയ് ബേസിൽ നിങ്ങൾക്ക് അറിയുമെന്ന് അറിയത്തില്ല. അജയ് ബേസിൽ ഇസ് എ വെരി ഗുഡ് പേഴ്സൺ. ഇപ്പോൾ ഞങ്ങളുടെ കോളേജിൽ പുള്ളി ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. എല്ലാ വീക്കും പുള്ളി വരും. സോ മോസ്റ്റ് ഓഫ് അവർ സ്റ്റുഡൻസ് ഇന്ററാക്ട് വിത്ത് ഹിം ആസ് വെൽ. So he's a startup coach, and he gives guidance on startups. He himself has a startup. So പുള്ളി ഇങ്ങനെ എന്താണ് സ്റ്റുഡൻസിനും ആൾക്കാർക്കൊക്കെ വേണ്ടി സ്റ്റാർട്ടപ്പ് അഡ്വൈസ് കൊടുക്കുന്ന ആളാണ്. He is a man of high knowledge. So if you can connect with him on LinkedIn, it's great. Just go to LinkedIn and look for him. അജയ് ബേസിൽ വർഗീസ്, അങ്ങനെ എന്തോ ഫുൾ നെയിം തോന്നുന്നു. ഓക്കെ, ദെൻ കണ്ണി കണ്ട എല്ലാവരോടും നിങ്ങൾ ഐഡിയ പറയാൻ പോകരുത്. ഇപ്പോ യു മൈറ്റ് ഗോ ടു എ പെർട്ടിക്കുലർ ഇൻവെസ്റ്റർ ആൻഡ് പിച്ച് യുവർ ഐഡിയ. ഓക്കെ, then they might reject you right there, and they might build a team of their own to build your idea. Okay, so never let your idea go out to any person like that. Okay, നിങ്ങളുടെ ഐഡിയ ചോരാതെ നോക്കുക. ഈവൻ ടു യുവർ ക്ലോസ് ഫ്രണ്ട്സ് നിങ്ങൾ പറയാതിരിക്കുക. നിങ്ങളുടെ സ്റ്റാർട്ടപ്പിൽ ഇൻവോൾവ് അല്ലാത്ത ക്ലോസ് ഫ്രണ്ട്സിനോട് പോലും നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് ഐഡിയ നിങ്ങൾ പറയരുത്. ഓക്കെ, ഈ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ് കോച്ചസിനോടോ അങ്ങനത്തെ ആൾക്കാരോടോ മാത്രമേ എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം നിങ്ങൾ പറയാൻ പാടുള്ളൂ. ഓക്കെ, അങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള, അതായത് ഒരു കാര്യം പറയാൻ പോയി ഒരു ഇൻവെസ്റ്ററിന്റെ അടുത്ത്, പക്ഷെ ഇൻവെസ്റ്റർ എന്താണ് ഇവരുടെ ഐഡിയ റിജക്ട് ചെയ്തു, എന്നിട്ട് ദാറ്റ് ഇൻവെസ്റ്റർ എന്താണ് ഫോംഡ് എ ടീം ടു ബിൽഡ് ദാറ്റ് പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഹിംസെൽഫ്. അങ്ങനത്തെ കേസസ് ഉണ്ട്. ഐ നോ എ ഫ്യൂ പീപ്പിൾ ലൈക്ക് ദാറ്റ്. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത്. സോ ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് യു ഷുഡ് ടേക്ക് കെയർ ഓഫ്. Next question. How did you balance your time between your startup and your college life with friends and academics? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, you will have to എന്താണ് sacrifice something or the other to make this happen. So there is your college hours. College hoursന്റെ parallelly you will get some hours. അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. ടൈം വേസ്റ്റ് ചെയ്യാനില്ല. ഇഫ് യു ആർ എ പേഴ്സൺ who would sit ഐഡ്ലി ഫോർ hours, നിങ്ങളുടെ സ്ക്രീൻ ടൈം കൂടുതലുള്ള ഫോണിലെ സ്ക്രീൻ ടൈം ഒക്കെ വളരെ അധികമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, ആദ്യം നിങ്ങൾ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിന് മുമ്പ് സ്ക്രീൻ ടൈം എങ്ങനെ കുറയ്ക്കാമെന്ന് നിങ്ങൾ ആദ്യം പഠിക്കണം. എന്നിട്ട് വേണം സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പോകാൻ. ഓക്കെ, ഇല്ലെങ്കിൽ ഇറ്റ് വോണ്ട് ഹെൽപ്പ്. ഓക്കെ, യു ഷുഡ് പ്ലാൻ യുവർ തിങ്സ് പ്രോപ്പർലി. ഇപ്പോൾ എന്താണ്, എനിക്കിപ്പോൾ 8:30 ഇന്ന് 8:30 വെനസ്ഡേ കഫേ എടുക്കണം എന്നുണ്ടെങ്കിൽ ദർ ആർ എ ലോട്ട് ഓഫ് അതർ തിങ്സ് ദറ്റ് ഐ ഹാവ് ടു സെറ്റിൽ. ഓക്കെ, ആ സെറ്റിലിങ്ങും കാര്യങ്ങളും ഡിസിഷൻസ് എടുക്കാനും ടൈം മാനേജ് ചെയ്യാനും നിങ്ങൾ ഡെഫിനറ്റ്ലി പഠിച്ചിരിക്കണം. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണത്. ഓക്കെ, എങ്ങനെ അക്കാഡമിക്സ് മാനേജ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എന്താണ്, ക്ലാസ്സിൽ കയറുക. അക്കാഡമിക്സ് പ്രോപ്പർലി പോകണമെന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ മര്യാദയ്ക്ക് കയറുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ദാറ്റ് ഇസ് ഹൗ ഇറ്റ് വർക്ക് ഫോർ മീ. ഓക്കെ, അല്ലെങ്കിൽ എന്താണ്, ക്ലാസ്സിൽ ഞാൻ മര്യാദയ്ക്ക് കയറും എന്നുണ്ടെങ്കിലും ഞാൻ പഠിക്കുന്നത് എക്സാമിന്റെ തലേദിവസമാണ്, ആൻഡ് ഐ ആം കേപ്പബിൾ ഓഫ് ഡൂയിങ് ഇറ്റ്. ഓക്കെ, പക്ഷേ നോട്ട് എവരി വൺ ഇസ് കേപ്പബിൾ ഓഫ് ഡൂയിങ് ഇറ്റ്. സോ നിങ്ങൾക്ക് എന്താ പറ്റുകയെന്ന് നിങ്ങൾക്കേ അറിയത്തുള്ളൂ. ഹൗ യു ആർ ഗോയിങ് ടു ബാലൻസ് അക്കാഡമിക്സ് ആൻഡ് വർക്ക് ഇസ് ടോട്ടലി ഡിപ്പെൻഡന്റ് ഓൺ യു. ഓക്കെ, how good is your grasping power, how fast a learner you are, all those factors will depend on how your work life balance will look like. വർക്ക് ലൈഫ് അല്ല, വർക്ക് അക്കാഡമിക് ബാലൻസ് ലുക്സ് ലൈക്ക്. ഓക്കെ, അത് നിങ്ങൾ തന്നെ എടുക്കേണ്ട ഡിസിഷൻ ആണ്. എനിക്ക് എൻ്റെ കാര്യം മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ പറയുന്നത് നിങ്ങൾ ഫോളോ ചെയ്യണം എന്നല്ല പറയുന്നത്. ഇറ്റ് വേരീസ്. ഓക്കെ, ഇറ്റ് വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. സോ യു ഷുഡ് ബി കേപ്പബിൾ ഓഫ് മേക്കിംഗ് എ ഡിസിഷൻ ഓഫ് യുവർ ഓൺ ദാറ്റ്. Did you get funding from anywhere or your own money? Yeah, ഫണ്ടിങ് നമുക്ക് കിട്ടാനായിട്ട് എന്താ, നമ്മൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് പിച്ച് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മുടെ ക്ലോസ് കണക്ഷൻസിലുള്ള ആൾക്കാരാണ് എന്തായാലും നമുക്ക് ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് ഇനിഷ്യലി കിട്ടത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ എന്താണ്, ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ യൂഷ്വലി കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ പോയി പറഞ്ഞാൽ ദേ വിൽ റൈറ്റ് അവേ റിജക്റ്റ് ചെയ്യൂ. കാരണം ഒരു പുതുതായിട്ടൊരു ഐഡിയ കൊണ്ടുവന്നാലും എക്സിസ്റ്റിംഗ് ഐഡിയയിൽ ഒരു മോഡിഫിക്കേഷൻ ആണെന്നുണ്ടെങ്കിലും
എന്താ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ നോബഡി വിൽ ബി റെഡി ടു ഗിവ് യു. സോ ഇനിഷ്യലി നിങ്ങൾക്ക് ആരെങ്കിലും ഫണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി സംബഡി ഇൻ യുവർ കണക്ഷൻ, നിങ്ങളുടെ ക്ലോസ് കണക്ഷൻ ഉള്ള ആരെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ ഇറ്റ് മേ ബി യുവർ റിലേറ്റീവ്. ഓക്കെ, ഇപ്പൊ എന്റെ കേസിൽ എന്താ എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്, എൻ്റെ ഒരു ഫ്രണ്ട് ഇസ് എ മാനേജർ ഇൻ എ കമ്പനി. സോ he's like an elder brother to me. So he was very interested in the idea. അങ്ങനെ പുള്ളി ഇങ്ങോട്ട് വന്ന് അപ്രോച്ച് ചെയ്തതാണ്. ആൻഡ് ദെൻ another person is a very high profile person who actually invested. പുള്ളി ദി അതർ, എൻ്റെ കൂടെ വേറൊരു ഫൗണ്ടറും കൂടി ഉണ്ടെന്ന് പറഞ്ഞില്ല. സോ പുള്ളിയുടെ ഒരു ഫാമിലി ഫ്രണ്ട് ആണ്. ദെൻ വി ഹാവ് വൺ മോർ ഇൻവെസ്റ്റർ ഹൂസ് മൈ കസിൻ. ഓക്കെ, സോ അങ്ങനെ വളരെ ക്ലോസ് ആയിട്ടുള്ള കണക്ഷൻസിൽ നിന്നാണ് നമുക്ക് ഇനിഷ്യലി ഇൻവെസ്റ്റേഴ്സിനെ കിട്ടത്തുള്ളൂ. യു കനോട്ട് എയിം big thing from anybody else. Okay, how to sell your app as a startup, advertisement and marketing. So advertisement and marketing എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ എന്താ, യു ഷുഡ് ആക്ച്വലി, അത് നമ്മൾ കുറച്ച് സർവേയും കാര്യങ്ങളൊക്കെ നടത്താനുണ്ട്. ഹൗ ടു മാർക്കറ്റ് എന്നുള്ളത്, ഈ മെറ്റ ആഡ്സ് ഒക്കെ ഡെഫിനറ്റ്ലി യു ക്യാൻ യൂസ് ഇറ്റ്. പക്ഷേ യു ഷുഡ് ക്ലിയർലി ഹാവ് എൻ ഐഡിയ അബൌട്ട് who your target audience is. Okay, now if you are building something for the retail industry, I mean the clothing industry, clothing industryയിൽ എന്തെങ്കിലും ആണ് നിങ്ങൾ ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്താണ്, there will be definitely people to buy it. Okay, കാരണം ഈ ക്ലോത്ത്, ഫുഡ്, അതൊക്കെ എത്ര നാൾ കഴിഞ്ഞാലും എക്സിസ്റ്റ് ചെയ്യാൻ പോകുന്ന സെക്ടേഴ്സ് ആണ് ഈ ഫാഷൻ ആൻഡ് ഫുഡ് എന്ന് പറയുന്നത്. കാരണം ഹ്യൂമൻ ബീങ്സിന്റെ ബേസിക് നെസസിറ്റി ആണ് ഈ രണ്ട് കാര്യങ്ങളും. സോ ഈ രണ്ട് കാര്യങ്ങൾ വിൽ നോട്ട് ഗോ എനിവെയർ. ഇതിലൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനാണ് പല ആൾക്കാരും ഇൻട്രസ്റ്റ് കാണിച്ച് മുമ്പോട്ട് വരുന്നത്. കാരണം എന്താണ്, ദ സെയിം റീസൺ ദാറ്റ് ഐ ടോൾഡ് നൗ. സോ ആ ഒരു ഡയറക്ഷനിലേക്കാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ ദെൻ എന്താണ്, ഡെഫിനറ്റ്ലി മെറ്റ ആഡ്സ് ഇസ് ദ ബെസ്റ്റ് തിങ് ടു ഡു. പിന്നെ നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സിന് നിങ്ങളുടെ പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. ഇപ്പോൾ നമ്മളൊരു സോഫ്റ്റ്വെയർ ഒക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്ന പോലെ ഒരു ഒരു അപ്പാരൽ ആണെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഗിവ് ഇറ്റ് യുവർ ക്ലോസ് സർക്കിൾ ടു ടെസ്റ്റ്. അവരുടെ റിവ്യൂ എടുക്കുക, പോസ്റ്റ് ഇറ്റ് ഓൺ സോഷ്യൽസ്, എവറി കൈൻഡ് ഓഫ് സോഷ്യൽസിൽ പോസ്റ്റ് ചെയ്യുക. നിങ്ങൾ വേറൊരു കേസ് സ്റ്റഡി ഞാൻ പറഞ്ഞു തരാം. ദർ ഇസ് എ പെർട്ടിക്കുലർ കമ്പനി കോൾഡ് ടെക്നിസാങ്ക്ട്. ഓക്കെ, ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ടെക്നിസാങ്ക്ട് എന്ന് പറയുന്നത്. What Technisanct did is, Technisanct actually works in cyber security. Okay, cyber security ഒരു പെർട്ടിക്കുലർ പാക്കേജ് മാത്രം ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഓക്കെ, ഒരു പെർട്ടിക്കുലർ പൈത്തൺ പാക്കേജ് ഉപയോഗിച്ച് മാത്രം വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ടെക്നിസാങ്ക്ട് എന്ന് പറയുന്നത്. സോ ഒരു വൾണറബിലിറ്റി അസസ് ചെയ്തിട്ട് സൊല്യൂഷൻ ബിൽഡ് ചെയ്യാൻ, സൈബർ സൊല്യൂഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്, സൈബർ സെക്യൂരിറ്റി സൊല്യൂഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ടെക്നിസാങ്ക്ട് ചെയ്യുന്നത്. വാട്ട് ദേ ഡു ഇസ് they are utilizing their Twitter. ഓക്കെ, അവരുടെ ട്വിറ്റർ ഹാൻഡിൽ വഴിയാണ് അവരുടെ എല്ലാ മാർക്കറ്റിംഗും അവർ നടത്തുന്നത്. അതായത് അവർക്ക് ക്ലയൻസ് കിട്ടുന്നതും ട്വിറ്റർ വഴിയാണ്. ഓക്കെ, സോ വാട്ട് ദേ ഡു ഇസ് ടെക്നിസാങ്ക്ട് വാട്ട് ദേ ഡു ഇസ്, ഇപ്പൊ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഡേറ്റ ബ്രീച്ച് വന്നു എന്ന് കണ്ടാൽ ദേ വിൽ immediately post on their X why the data breach happened, how did it happen, and they will say they are capable of resolving the data breach. Okay, so even recently recently ഏതോ ഒരു കമ്പനിയിൽ ഡേറ്റ ബ്രീച്ച് സംഭവിച്ചപ്പോൾ they did the same thing and the company approached them in order to get it fixed. Okay, so Twitter is a great professional platform that you can utilize. Okay, ഈ എല്ലാ ഹൈ പ്രൊഫൈൽ ആൾക്കാരും ഉള്ള സ്ഥലമാണ് ട്വിറ്റർ എന്ന് പറയുന്നത്. Then second comes LinkedIn. LinkedIn comes only second to Twitter in my opinion. LinkedIn വന്നാലും ഇപ്പം സ്റ്റുഡൻറ് സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സർക്കിളിൽ കൂടുതലും സ്റ്റുഡൻസ് ആയിരിക്കും, വിച്ച് ഇസ് ഓഫ് നോ യൂസ്. ഓക്കെ, ഇപ്പം നമ്മൾ ലിങ്ക്ഡിനിൽ കണക്ഷൻസ് ബിൽഡ് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ മൈൻഡ് സെറ്റിന് ചേരുന്ന ആൾക്കാരെ ബിൽഡ് ചെയ്യുക. ഓക്കെ, നമ്മളൊരു സ്റ്റാർട്ടപ്പിലേക്ക് മൂവ് ചെയ്യാൻ പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ റാൻഡം ആയിട്ട് കുറെ സ്റ്റുഡൻസിനെ കണക്ട് ചെയ്ത് വെക്കാതെ സ്റ്റാർട്ടപ്പ് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് കണക്ട് ചെയ്യാം. ഓക്കെ, ദാറ്റ് വിൽ ഹെൽപ്പ്. ക്രിയേറ്റിംഗ് എ റിച്ച് നെറ്റ്വർക്ക് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മെറ്റ ആഡ്സ് ഒക്കെ വർക്ക് ചെയ്യും ഡിപ്പെൻഡിങ് ഓൺ വാട്ട് സെക്ടർ ഓർ വാട്ട് പ്രൊഡക്റ്റ് യു ആർ ബിൽഡിങ്. ഓക്കെ,
the main thing that you should see is എന്താണ്, who is your target audience. നിങ്ങളുടെ കസ്റ്റമർ ആരാണെന്നുള്ളത് ക്ലിയർ ഐഡിയ, നിങ്ങളുടെ മാർക്കറ്റ് എവിടെയാണെന്നുള്ള ക്ലിയർ ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. How can we manage everything when you feel like you have a mountain to climb? ആ ഒരു തോട്ടാണ് ഇനിഷ്യലി പ്രോബ്ലം. ഹാവിങ് എ മൗണ്ടൻ ടു ക്ലൈംബ് എന്ന് പറയുന്നത് ഇസ് ദ പ്രോബ്ലം. യു ഷുഡ് ആക്ച്വലി എന്താണ് ബ്രേക്ക് ഇറ്റ് ഡൗൺ ഇൻ ടു സിംപ്ലർ ടാസ്ക്സ്. നിങ്ങൾ യു ഷുഡ് ബി കേപ്പബിൾ ഓഫ് ബ്രേക്കിംഗ് ഡൗൺ the mammoth of a task into simple modules. Okay, you should be capable of breaking down it into modules. ഓരോ മൊഡ്യൂളും ആണ് നിങ്ങൾ അച്ചീവ് ചെയ്യാൻ നോക്കേണ്ടത്. ഓക്കെ, അല്ലാതെ എൻറ്റയർ മൗണ്ടനെ ഒരുമിച്ച് അപ്രോച്ച് ചെയ്യരുത്. ഓക്കെ, യു ഷുഡ് ബി കേപ്പബിൾ ഓഫ് ഡിവൈഡിങ് യുവർ മൗണ്ടൻ ഇൻ ടു റോക്സ്. ഓക്കെ, ഓരോ റോക്കിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും പെബിൾസ് ആക്കി അല്ലെങ്കിൽ ചെറിയ സ്റ്റോൺസ് ആക്കി കൺവേർട്ട് ചെയ്യാം. ആ സ്റ്റോൺസിനെയാണ് നിങ്ങൾ ആദ്യം കോൺകർ ചെയ്യേണ്ടത്. ഓക്കെ, bro turned out better than his godfather. No comments on that. How do I start getting into the startup environment or meet like-minded people when I don't have any mentors or have anyone I can ask? Okay, അത് ഒരു ഇൻട്രോവേർട്ട് പെർസ്പെക്റ്റീവ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു ഇൻട്രോവേർട്ട് എന്ന നിലയ്ക്ക് എന്താണ്, ബീങ് എ സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ആൻഡ് ഓൾ ഇസ് എ വെരി difficult task unless you're ready to shackle your boundaries. നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾ സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് ഗ്രോത്ത് സോണിലേക്ക് പോകാൻ നിങ്ങൾ റെഡി അല്ല എന്നുണ്ടെങ്കിൽ യു വിൽ നോട്ട് റീച്ച് എനിവെയർ. യു ഹാവ് ലിങ്ക്ഡ്ഇൻ, എന്താണ്, ട്രൈ ആക്സസിങ് ലിങ്ക്ഡ്ഇൻ. ഇതുപോലത്തെ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിനെ ആയിരിക്കും നിങ്ങൾ ആദ്യം മെസ്സേജ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അല്ലാതെ എന്താണ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനീസിലെ MDസിനൊക്കെ പോയി സാർ ഐ ഹാവ് എ സ്റ്റാർട്ടപ്പ് ഐഡിയ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ തിരിഞ്ഞു നോക്കത്തില്ല. സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിന് മാത്രമാണ്, എന്താണ്, റീസെന്റ് സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിന് മാത്രമാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി അഗൈൻ ടു ആൻ എക്സ്റ്റെന്റ്. കാരണം ദേ ആർ ഓൾസോ സ്റ്റാർട്ടഡ് മേ ബി ഒരു 1 year or 1.5 years ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ. മേ ബി ദേ മൈറ്റ് നോട്ട് ഈവൻ ഹാവ് അച്ചീവ്ഡ് ദെയർ ബ്രേക്ക് ഈവൻ പോയിന്റ്. ഓക്കെ, പക്ഷെ ഇനിഷ്യലി നിങ്ങൾക്ക് അവിടെ വരെ എത്താൻ പറ്റത്തുള്ളൂ. അങ്ങനെ കണക്ഷൻസ് ബിൽഡ് ചെയ്താണ് നിങ്ങൾക്ക് കുറച്ചും കൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫസേഴ്സ് ഉണ്ട്, യു മൈറ്റ് ഹാവ് മെന്റേഴ്സ് വിത്തിൻ യുവർ കോളേജ്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെയൊക്കെ അപ്രോച്ച് ചെയ്യാൻ നോക്കണം. ഓക്കെ, വാട്ട്സ് MVP? MVP എന്ന് പറയുന്നത് മിനിമം വയബിൾ പ്രൊഡക്റ്റ് ആണ്. അതായത് ഒരാൾക്ക് പിച്ച് ചെയ്യാൻ പോകും. ഇഫ് ഐ ഹാവ് എൻ ആപ്ലിക്കേഷൻ, ഞാനൊരു വലിയ ആപ്ലിക്കേഷൻ ആണ് ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനൊരു ചെറിയ പ്രോട്ടോടൈപ്പിനെയാണ് MVP എന്ന് പറയുന്നത്. ഓക്കെ, പ്രോട്ടോടൈപ്പ് ഇൻ ദ സെൻസ് എന്താ, വളരെ ബേസിക് ആയിട്ടുള്ള ഫങ്ഷനാലിറ്റീസ് എങ്കിലും ഇംപ്ലിമെന്റഡ് ആയിട്ടുള്ള ഒരു ഒരു മിനിയേച്ചർ വേർഷൻ ആണ് MVP എന്ന് പറയുന്നത്. ഒറിജിനൽ പ്രൊഡക്റ്റിന്റെ ഒരു മിനിയേച്ചർ വേർഷൻ ആണ് MVP എന്ന് പറയുന്നത്. How to handle rejection? See, a person rejecting you doesn't mean the end of everything. Okay, see, everyone will have numerous rejections. എത്രയോ ആൾക്കാരെ റിജക്ട് ചെയ്താൽ മാത്രമേ എന്താണ് അത് പോസിബിൾ ആകത്തുള്ളൂ. എഗൈൻ ടെക്നിസാങ്ക് എന്ന് പറഞ്ഞ കമ്പനിയുടെ എക്സാമ്പിൾ തന്നെ ഞാൻ ഇനി എടുക്കാൻ പോകുന്നത്. ടെക്നിസാങ്ക് എന്ന് പറഞ്ഞ കമ്പനി അവരുടെ ഐഡിയ പിച്ച് ചെയ്യാൻ ദേ ഹാവ് മെറ്റ് അറ്റ്ലീസ്റ്റ് 100 people. Okay, so with each progressing people, they knew what the other person is going to ask, what exactly are they looking for എന്നുള്ളത്. So they got a hold of it and they presented themselves, they modified their idea themselves. So rejection handle and rejection എന്തായാലും ഉണ്ടാവും, just accept that and go. Okay, accept ചെയ്താൽ, if once you accept that and once you're ready to face it, well and good. നിങ്ങൾ റിജക്ഷൻ ഫേസ് ചെയ്യാൻ റെഡി അല്ലാത്തത് കൊണ്ടാണ് പല ഇഷ്യൂസും വരുന്നത്. സോ ബി ഓപ്പൺ ടു റിജക്ഷൻ. റിജക്ഷൻ അത്ര മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ല. റിജക്ഷൻ ഉണ്ടെങ്കിലേ എന്താണ് ഒരു സക്സസ് നിങ്ങൾക്ക് ഉണ്ടാവത്തുള്ളൂ. സോ ഇനിഷ്യലി നിങ്ങൾക്ക് സക്സസ് സംഭവിച്ചാൽ ദർ ഇസ് സം പ്രോബ്ലം. ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. ദർ ഇസ് സം പ്രോബ്ലം വിത്ത് വാട്ട് യു ആർ ഡൂയിങ് ഇഫ് യു അച്ചീവ് സക്സസ് റൈറ്റ് അവേ. There is some problem or there is something that will happen. Okay, റിജക്ഷൻ പ്രോസസ്സിൽ കൂടെ തന്നെ പോയാലാണ് നിങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. ഇനിഷ്യലി ആദ്യം തന്നെ സക്സസ് വന്നാൽ എന്തൊക്കെ ലിമിറ്റേഷൻസ് ആണ് ഇനി വരാൻ പോകുന്നത് നമ്മൾ കാണത്തില്ല. ഓക്കെ, പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഡൗൺഫോൾ ആയിരിക്കും. സോ
നമ്മൾ എന്താണ് ഒരു ഗ്രാഫ് തുടങ്ങുമ്പോൾ ഒരു മൗണ്ടൻ ക്ലൈംബ് ചെയ്ത് തുടങ്ങുമ്പോൾ ഒരിക്കലും നമ്മൾ ആകാശത്ത് നിന്നല്ല ക്ലൈംബ് ചെയ്ത് തുടങ്ങുന്നത്. ഇറ്റ് ഇസ് ഫ്രം ദ വെരി ഗ്രൗണ്ട്. താഴെ നിന്നാണ് നമ്മൾ മുകളിലേക്ക് പോകുന്നത്. സെയിം തിങ്, റിജക്ട് ചെയ്യപ്പെട്ടാൽ മാത്രമേ എന്താണ് ആരെങ്കിലും ആക്സെപ്റ്റ് ചെയ്യാൻ ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, സോ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. വെരി ബേസിക് ക്യാപിറ്റൽ വെച്ച് സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പറ്റും. ആക്ച്വലി ദാറ്റ് ഡിപ്പെൻസ് ഓൺ യുവർ പ്രൊഡക്റ്റ്. എന്ത് പ്രൊഡക്റ്റ് ആണ് ബിൽഡ് ചെയ്യുന്നതെന്നനുസരിച്ചിരിക്കും. വെരി ബേസിക് ക്യാപിറ്റൽ വെച്ച് നമുക്ക് തുടങ്ങാൻ പറ്റും. പക്ഷെ ഒരു കമ്പനിയൊക്കെ ആയിട്ട് ഒരു സ്റ്റാർട്ടപ്പ് ആയിട്ട് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദർ ആർ സം മണി ദാറ്റ് യു വിൽ ഹാവ് ടു പുട്ട് ഇൻ ടു ഇറ്റ്. അത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. How do you manage company losses and you have to issue massive layoffs? അത് ആൻസർ ഞാൻ അത്ര റൈറ്റ് ഫിറ്റ് അല്ല, കാരണം തുടങ്ങിയിട്ട് അധികം നാളായിട്ടുള്ള. നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇതുവരെ വന്നിട്ടില്ല. ടച്ച് വുഡ്, ഇനി വരല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. സോ ലോസസ്, അത് അഗൈൻ ഒരു റിജക്ഷൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന കാര്യമാണ്. മാസീവ് ലേ ഓഫ്സ് വരാൻ കാരണം എന്താ? അൺനെസസറി ആയിട്ട് കുറെ ആൾക്കാർ എടുത്തു വെക്കുമ്പോഴാണ്. അങ്ങനെ ചെയ്യാതിരിക്കാൻ നോക്കുക. ഞാൻ തുടക്കത്തിൽ പറയുന്ന കാര്യം അഗൈൻ റിപ്പീറ്റ് ചെയ്യാണ്. How do you manage to raise funds, especially in the beginning stages and as a student? ഓൾറെഡി ആൻസർ ചെയ്തതാണ്. വളരെ ക്ലോസ് സർക്കിളിൽ നിന്നുള്ള ആൾക്കാരെയാണ് നമ്മൾ ആദ്യം അപ്രോച്ച് ചെയ്തത്. അങ്ങനെയാണ് നമുക്ക് ഇനിഷ്യലി ഇൻവെസ്റ്റേഴ്സിനെ കിട്ടിയത്. വളരെ ക്ലോസ് സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ റെഗുലർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കുറച്ച് പേരുണ്ടാവുമല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ എ പേഴ്സൺ ഹു ഓൺലി കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് യുവർ ഫ്രണ്ട്സ് ഓർ നിങ്ങളുടെ കസിൻസ്, അത് ഹെൽപ്പ് ചെയ്യില്ല. യു ഷുഡ് ഡെഫിനറ്റ്ലി ഗോ ടു നെറ്റ്വർക്കിംഗ് ഇവന്റ്സ്. നിങ്ങൾ പല പ്രോഗ്രാംസിനും പോവുക, കോൺഫറൻസസിന് പോവുക, കോൺക്ലേവ്സിന് പോവുക. രജിസ്ട്രേഷൻ ഫീ ഉണ്ടെങ്കിലും ജസ്റ്റ് ഗോ ദർ. You will be able to meet a lot of people. You will be able to make connections. Interpersonal relationship എന്ന് പറയുന്നത് വളരെ നെസസറി ആയിട്ടുള്ളൊരു കാര്യമാണ്. You should learn to foster that culture. Okay, സോ ആ ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് വെച്ച് മാത്രമാണ് നമുക്ക് ഇനിഷ്യലി ഒരു ഇൻവെസ്റ്ററിനെയോ ഇനിഷ്യലി ഒരു ഫണ്ടിങ് ഒക്കെ എന്തായാലും കിട്ടത്തുള്ളൂ. കോളേജിൽ പോവാറുണ്ടോ? കോളേജിൽ പോവാറുണ്ട്. 9 to 4 കോളേജിൽ തന്നെയാണ്. അത് കഴിഞ്ഞാലാണ് നമുക്ക് കമ്പനിയുടെ വർക്ക് നമ്മൾ ചെയ്യുന്നത്. How can I find like-minded people? I want a startup but haven't come up with an idea or product that can conquer the market. Okay, so എന്താണ്, you are still in the research phase. റിസർച്ച് ഫേസ് നിങ്ങൾ പ്രോപ്പർലി മുമ്പോട്ട് പോവുക. ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഇനിഷ്യലി കണ്ട ഒരു ടെൻഡർ ബ്രാഞ്ചിൽ കയറി പിടിക്കാതെ ടേക്ക് യുവർ ടൈം, ഫൈൻഡ് സംതിങ് യുണീക്ക് എന്ന് പറയുമ്പോൾ എന്താ, ഇതുവരെ ആരും കേട്ടിട്ടില്ലാത്തൊരു സംഭവമാണോന്നില്ല. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുതിയ അൽഗറിതം നിങ്ങൾക്ക് ഡിവൈസ് ചെയ്യാം. ഓക്കെ, ഇല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അൽഗറിതം യൂസ് ചെയ്ത് പഴയ എന്തെങ്കിലും ഒരു പ്രോബ്ലം നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, അങ്ങനെ കുറച്ച് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ വെച്ചാൽ തന്നെ there is some innovation in it. ഓക്കെ, സോ ഒരു 100% നോവൽ പ്രൊഡക്റ്റ് എന്നൊക്കെ പറയുന്നത് ദാറ്റ്സ് വെരി വെരി റെയർ. ഓക്കെ, then how can I find like-minded people? That again ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നെറ്റ്വർക്കിംഗ് ഇവന്റ്സിന് പോവുക. അങ്ങനെയൊക്കെയാണ് നമ്മൾ ലൈക്ക് മൈൻഡഡ് പീപ്പിളിനെ കാണത്തുള്ളൂ. ഒരു നെറ്റ്വർക്കിംഗ് ഇവന്റ് അല്ലെങ്കിൽ ഒരു കോൺക്ലേവിനൊക്കെ പോകുമ്പോൾ എന്താ, അതിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരൊക്കെ ആയിരിക്കും അവിടെ വരുന്നുണ്ടാവുക. ദാറ്റ് ഇസ് ഹൗ യു ഫൈൻഡ് ലൈക്ക് മൈൻഡഡ് പീപ്പിൾ. ദെൻ സെർച്ച് ഔട്ട് ലിങ്ക്ഡ്ഇൻ. നിങ്ങൾ പല കമ്മ്യൂണിറ്റീസിലും വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ കോളേജിന്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങി പോവാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങളുടെ കോളേജിന്റെ ഉള്ളിൽ മാത്രം നിങ്ങൾ ഒതുങ്ങിപ്പോയാൽ അത് ദാറ്റ് വോണ്ട് ഹെൽപ്പ്. ഓക്കെ, ടേക്ക് എൻ എക്സ്ട്രാ മൈൽ, ടേക്ക് എൻ എക്സ്ട്രാ ലീപ്. ഒരു കാലം മുമ്പോട്ട് എടുത്ത് വെക്കുക, 1-2 കാലം നിങ്ങൾ മുമ്പോട്ട് എടുത്ത് വെക്കുക. ഓക്കെ, only then all these will be possible. Then essential or must have skills if you plan to be a startup founder. ഞാൻ നേരത്തെ പറഞ്ഞു പോയ കുറച്ച് കാര്യങ്ങളുണ്ട്. ഡിസിഷൻ മേക്കിംഗ്, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ആൻഡ് ടൈം മാനേജ്മെന്റ്. ഈ 3 കാര്യങ്ങളില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. ഡിസിഷൻ മേക്കിംഗ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് യു ഹാവ് ടു ഡു. ലീഡർഷിപ്പ്, ഡിസിഷൻ മേക്കിങ്ങും ടൈം മാനേജ്മെന്റും ഇന്റർപേഴ്സണൽ സ്കില്ലും ഉണ്ടെങ്കിൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങൾക്ക് എന്തായാലും വരും. ദെൻ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെഫിനറ്റ്ലി യു നീഡ്. ഇത്രയും ഈ 4 കാര്യങ്ങൾ യു ഡെഫിനറ്റ്ലി നീഡ്. ദീസ് ആർ ദ 4 മസ്റ്റ് ഹാവ് സ്കിൽസ് that a person should have. Okay.
ക്വസ്റ്റ്യൻസ് എല്ലാം തീർന്നു എന്ന് തോന്നുന്നു. വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്. സോ 19 ക്വസ്റ്റ്യൻസ് ആണ് വന്നത്, അത്രയൊന്നും എക്സ്പെക്ട് ചെയ്തില്ല. ഗുഡ് ഗുഡ് തിങ് ആൻഡ് മോസ്റ്റ് ക്വസ്റ്റ്യൻസ് വെർ റിയലി ഗുഡ്. താങ്ക് യു ഫോർ ദോസ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് slido.com പോവുക. കോഡ് ഞാൻ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. slido.com is also posted in the chat box. Okay, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ please visit there and ask. Okay, nice session. Thank you to whoever said that. How do you manage time? എന്നുള്ളത് എന്താണ്, കുറെ ആൾക്കാർ കുറെ വർഷങ്ങളായിട്ട് എന്നോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി ടു പുട്ട് ഇറ്റ് ഇൻ വേർഡ്സ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. പക്ഷേ യു ഷുഡ് നോ വാട്ട് യു ആർ ഡൂയിങ്. ഓക്കെ, ലൂസ് ടോക്കിന് ടൈം കളയാതിരിക്കുക. എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്, ഞാൻ എല്ലാ കാര്യങ്ങളെയും വളരെ പ്രൊഫഷണലി അപ്രോച്ച് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് പ്രൊഫഷണലി അല്ലാതെ ഒരു കാര്യത്തെ അപ്രോച്ച് ചെയ്യാൻ അറിയത്തില്ല. ഓക്കെ, എന്ത് കാര്യമാണെങ്കിലും എനിക്ക് പ്രൊഫഷണലി അപ്രോച്ച് ചെയ്യാനേ അറിയത്തുള്ളൂ. മേ ബി ഐ വാസ് ബ്രോട്ട് അപ്പ് ലൈക്ക് ദാറ്റ്, ഐ ഡോണ്ട് നോ. മേ ബി എനിക്ക് കിട്ടിയ ട്രെയിനിങ്, എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ട്രെയിനിങ് അങ്ങനെ ആയതുകൊണ്ടാവാം, ഐ ഡോണ്ട് നോ. ഞാൻ മിക്ക കാര്യങ്ങളെയും പ്രൊഫഷണലി അപ്രോച്ച് ചെയ്യുന്ന ഒരാളാണ്. അത് ഞാൻ പ്രൊഫഷണലി അല്ലാതെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ നടന്നിട്ടില്ല, പാളി പോയിട്ടേ ഉള്ളൂ. The time management and the decision making, the leadership, all those stuff came naturally to me, I think. പക്ഷേ എങ്ങനെ ടൈം മാനേജ് ചെയ്യാന്ന് ചോദിച്ചാൽ, ഒരു സ്കെഡ്യൂളൊക്കെ ഉണ്ടാക്കാൻ നോക്കുക. സ്കെഡ്യൂളൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറെ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ട വരും. ഇപ്പൊ എന്താ 9 to 10 o'clock ഞാൻ ഒരു പർട്ടിക്കുലർ കാര്യം ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, പക്ഷെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ 9:30 ആയി. ഡസന്റ് മാറ്റർ, 9:30 to 10 യു ഡു ദാറ്റ്. മോസ്റ്റ് പീപ്പിൾ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, 9 to 10 ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു, പക്ഷേ 9 സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല, ഒരു 30 minutes ലേറ്റ് ആയി പോയി. They drop the entire plan that they had for 9 to 10. No, you still have 30 minutes. Do it for that time. അങ്ങനെ ബേബി സ്റ്റെപ്സ് എടുത്താലേ നിങ്ങൾക്ക് ടൈം മാനേജ്മെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ എണീറ്റിട്ട് ഇന്ന് 6 to 8 ഞാൻ ഇതായിരിക്കും ചെയ്യാൻ പോകുന്നത്, 8 to 10 ഞാൻ ഇതായിരിക്കും ചെയ്യാൻ പോകുന്നത്, അങ്ങനെ ചെയ്യാൻ നിന്നാൽ നടക്കത്തില്ല. ഓക്കെ, ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ടുഡേ ഐ വിൽ ബി ഡൂയിങ് ദീസ് തിങ്സ്, പ്രിപ്പയർ എ ചെക്ക് ലിസ്റ്റ്. ഓക്കെ, സീ ഇഫ് യു ആർ ഏബിൾ ടു കംപ്ലീറ്റ് ദ ചെക്ക് ലിസ്റ്റ്. ഓക്കെ, അങ്ങനെ ഒരു വീക്ക് നിങ്ങൾ ചെക്ക് ലിസ്റ്റിൽ പോവുക. ദെൻ ലേറ്റർ ഓൺ നിങ്ങൾ ടൈം ബേസ് ചെയ്ത് ചെയ്യാൻ നോക്കുക. ഓക്കെ, ക്രിയേറ്റ് എ കലണ്ടർ ഫോർ യുവർ സെൽഫ്. കുറെ എന്താണ് നിങ്ങളുടെ സ്വന്തം വർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് സ്വയം നോട്ട്സ് എടുക്കാൻ പറ്റുന്ന കുറെ ആപ്സ് അവൈലബിൾ ആണ്. ഡു ചെക്ക് ദാറ്റ് ഔട്ട്. What did you wish you had known about the startup world or process before you started? Everything. അതായത് എന്താണ്, to know something, this is എന്താ പറയാ, what did you wish you had known about the startup world എന്ന് ചോദിച്ചാൽ, ആക്ച്വലി എവറിത്തിങ്. വാട്ട് ഇസ് ദ മാർക്കറ്റ്, വാട്ട് ദ മാർക്കറ്റ് ലുക്സ് ലൈക്ക്, എന്താ ഈ ഫ്യൂച്ചറിലേക്ക് പോയിട്ട് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു സൂപ്പർ പവർ ഉണ്ടായിരുന്നെങ്കിൽ എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത്. കാരണം അങ്ങനെയൊക്കെ തോന്നിപ്പോകും. പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ആണെന്നുണ്ടെങ്കിലും ഒരു 1 month കഴിയുമ്പോൾ യു വിൽ റിയലൈസ്, ഓ ഇത് അന്ന് തോന്നിയിരുന്നെങ്കിലോ. നാടോടിക്കാറ്റിൽ പറയുന്ന പോലെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്, അത് ആ സമയത്ത് നടക്കും. ഓക്കെ, ഹൗ ടു നോട്ട് ലൂസ് മോട്ടിവേഷൻ വെൻ തിങ്സ് ഗെറ്റ് ടഫ്. ഹൗ ടു നോട്ട് ലൂസ് മോട്ടിവേഷൻ, അതിന് വേണ്ടിയിട്ട് യു ഷുഡ് ഹാവ് ടു റീഡ് എ ലോട്ട്. കാരണം എന്താ, സിമിലർലി സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിന്റെ ബുക്സ് വായിക്കുക. ദർ ഇസ് എ പർട്ടിക്കുലർ ബുക്ക് കോൾഡ് ഫ്രം 0 to Millionaire അല്ലെങ്കിൽ ഫ്രം 0 to 1. ആ ബുക്ക്, ദാറ്റ് ബുക്ക് ആക്ച്വലി റിയലി ഹെൽപ്പ് മീ. ഞാനത് ഫുൾ 3 തവണ വായിച്ചത് ആ ബുക്ക്, ഫ്രം 0 to 1. യെസ്, 2 ബുക്സ് ഉണ്ട്, ഫ്രം 0 to 1 ആൻഡ് ഫ്രം 0 to Millionaire. രണ്ടും വായിച്ചു നോക്കുക. ഗ്രേറ്റ് ബുക്സ് ആർ ബോത്ത്. അത് നിങ്ങൾ വായിച്ചു നോക്കുക. യു വിൽ ഗെറ്റ് ആൻസർ ടു മോസ്റ്റ് ഓഫ് യുവർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, പിന്നെ അഗൈൻ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന ജെയിംസ് ക്ലിയറിന്റെ ബുക്കുണ്ട്. വായിച്ചിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ പ്ലീസ് ഡു റീഡ് ഇറ്റ്. ഓക്കെ, നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിന് മുമ്പ്, ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഓർഗനൈസ് യുവർ സെൽഫ് ഫസ്റ്റ്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ യു വിൽ നോട്ട് ബി ഏബിൾ ടു റൺ എ കമ്പനി. 100% ഷുവർ.
First of all, you should learn to organize yourself. Okay, atomic habits will help. From 0 to 1 will help. From 0 to millionaire will help. Okay, is burnout a real thing? It is a real thing. When you feel you are burned out, shut down. And shutting down. Sleep for some hours. Wake up. That is what I do every time, and that has very well worked for me. പക്ഷെ നിങ്ങൾക്ക് വർക്ക് ചെയ്തില്ല എന്ന് വിചാരിച്ച് എന്താണ് നിങ്ങൾ ഫെയിലിയർ ആയി എന്നല്ല അർത്ഥം. Again, human beings are different from person to person, so it changes. Other, it is up to us to decide which path we should take. What is best suitable for us എന്നുള്ളത് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഓക്കെ, നമ്മുടെ കൂടെ ഇരിക്കുന്ന സ്റ്റാർട്ടപ്പ് ഫൗണ്ടറിന് അറിയത്തില്ല. ഓക്കെ, Anfas is looking for like-minded people. കണ്ടോ, ഇങ്ങനത്തെ മെസ്സേജസ് ഒക്കെ ഇടാൻ നിങ്ങൾക്ക് you should have the guts to do that. What do you look for when deciding whether to pivot or stick with your current direction? You know, think a lot. Think in various axes. We've got 3 axes now, X, Y, and Z. 3 ആക്സസിലും ചിന്തിക്കുക. അതായത് think about the present, think about the past, think about the future. You will definitely arrive at an answer. Okay, അങ്ങനത്തെ നോക്കുക. ഡിസ്കസ് വിത്ത് യുവർ ക്ലോസ് ടീം, അതായത് മേ ബി വിത്ത് യുവർ കോ ഫൗണ്ടേഴ്സ്, അവരായിട്ട് ഡിസ്കസ് ചെയ്യുക. പല പെർസ്പെക്റ്റീവ്സും എടുക്കാൻ നോക്കുക. നമ്മൾ as an individual, we might consider only our perspective. Our perspective means just a single perspective. പക്ഷേ when you share it with a trustworthy person, there is another perspective that is added to it. You get another dimension. Okay, അങ്ങനെ പല ഡിമെൻഷനിൽ നിന്ന് നിങ്ങൾ വ്യൂ ചെയ്യാൻ നോക്കുക. ഒരു ഡിമെൻഷനിൽ നിന്ന് നോക്കിയാൽ ചിലപ്പോൾ യു മൈറ്റ് ബി സീയിങ് എ സർക്കിൾ. വേറെ ഡിമെൻഷനിൽ നിന്ന് നോക്കിയാൽ യു മൈറ്റ് സീ എ cylinder. Okay, that's how different things are. Have to say charming basil speaker for today is good. Thank you, Joel. Yeah, അത് ബേസിൽ എന്നിട്ട കമന്റ് ആണോ? ബേസില് എനിക്കറിയാം ആരട്ട, എനിക്കറിയാം. ഇത് പറയാനുള്ള ആളുടെ പേര്. I see. Yeah. So questions എല്ലാം കഴിഞ്ഞോ? Is there anything in general that you want to ask? Even ഈ meeting കഴിഞ്ഞാലും, if you want to speak with me directly, I'll stay for 5 more minutes. You can wait here and ask if you want. If you have any more questions, please do put it there. Slido-ല് വന്ന് പോസ്റ്റ് ചെയ്യുക. Otherwise, we'll just wrap it up. I can give you my number if you want. You can call me, text me anytime. പക്ഷെ ഞാൻ ഫ്രീ ആകുമ്പോൾ മാത്രമേ ഞാൻ നോക്കത്തുള്ളൂ. Still there are like 700 messages. ഞാൻ മാക്സിമം മെസ്സേജ് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്ന ആളാണ്. പക്ഷെ സ്റ്റിൽ you can understand, no? But still, ഞാൻ മെസ്സേജസിൽ എന്തെങ്കിലും കാര്യമായിട്ട് ഉണ്ടെന്ന് കാണുവാണെന്നുണ്ടെങ്കിൽ I'll definitely open. Okay, I've posted my number. If you want, you can text me. No issues. Questions ഒക്കെ തീർന്നു എന്ന് തോന്നുന്നു. ഋഷിതയാണോ കൺക്ലൂഡ് ചെയ്യുന്നത്? Yeah, okay. So, and with that, we come to the end of today's Wednesday Cafe session. And a huge thanks to Mr. Joel for joining us today and sharing such a honest and motivating journey with us. Your experience truly brought the startup world closer to us. And to everyone who joined us today, we hope this session gave you clarity and courage to take the next steps of your startup journey. And once again, thank you for your time and see you in the next session. Thank Bye. you. Thank you, IDC Yeah. SJCT for having me. Thank you.